ഹലോ ജീനിയസ് കമ്മ്യൂണിറ്റി, നിങ്ങൾ നല്ല അടിപൊളിയായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററും അതേപോലെ തന്നെ വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്ററും അതേപോലെ മോഷൻ ഇൻ എ സ്ട്രെയിൻ എന്നുള്ള 3 ചാപ്റ്ററും കൂടി മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന അല്ലെങ്കിൽ 3 ചാപ്റ്ററിനെയും കോൺസെപ്റ്റ് നല്ല വ്യക്തമായിട്ട് മെക്കാനിക്സിലെ ഐഡിയാസ് അറിയുന്ന കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യമാണ്. സോ ആ ഒരു ചോദ്യം നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. സോ മക്കളെ, ചോദ്യം എല്ലാവരും വായിക്കും. എന്താണത്? 2 identical balls A and B are released from the position shown in the figure. They collide elastically on a horizontal portion Mn. The ratio of heights attained by A and B after collision will be. എടാ മക്കളെ, ചോദ്യം നോക്കണേ. അതായത് ഇവിടെ ഇത് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്ന ആംഗിൾ 45 ആണ്. ഇവിടെ 4h ഹൈറ്റിലാണ് ഒരു ബോൾ ഉള്ളത്, എ എന്നുള്ള ബോൾ ഉള്ളത്. അതുപോലെ ബി എന്നുള്ള ബോൾ നിൽക്കുന്നത് 60 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ്, എച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്. സോ ഈ രണ്ട് ബോളുകൾ നമ്മൾ റിലീസ് ചെയ്യുന്നു. ഈ രണ്ട് ബോളുകൾ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ഈ ബോൾ താഴത്തേക്ക് എത്തുന്നു, അതേപോലെ ഈ ബോൾ താഴത്തേക്ക് എത്തുന്നു. ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? കൂട്ടിയിടിക്കുന്നു. സോ ആ കൊളൈഡ് ഇലാസ്റ്റിക്കലി ഹൊറിസോണ്ടൽ പോർഷൻ ML ഇവരെങ്ങനെ കൊളൈഡ് ചെയ്യുന്നത്? ഇലാസ്റ്റിക്കലി കൊളീഷൻ സംഭവിക്കുകയാണ്. ഇലാസ്റ്റിക് കൊളീഷൻ ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ ഇലാസ്റ്റിക് കൊളീഷൻ ആണ് ഇവർ കൊളീഷൻ എന്ന് നമുക്ക് മനസ്സിലായി. സോ വാട്ട് ഈസ് ഇലാസ്റ്റിക് കൊളീഷൻ? ഇലാസ്റ്റിക് കൊളീഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ബിഫോർ കൊളീഷൻ ഉണ്ടാകുന്ന എനർജിയും അതേപോലെ തന്നെ മൊമെന്റവും എന്താണ്? കൺസേർവ്ഡ് ആണ്. ആഫ്റ്റർ കൊളീഷൻ ഉണ്ടാകുന്ന മൊമെന്റവും എനർജിയും ഈക്വൽ. അതായത് ആ കൺസർവേഷൻ നിങ്ങൾക്ക് അറിയാലോ, എനർജിയും അതേപോലെ മൊമെന്റും കൺസേർവ്ഡ് ആണ് അല്ലേ? ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈക്വൽ ആയിരിക്കും എന്നുള്ള ഐഡിയ ആണ് നിങ്ങൾക്കറിയാം. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ചോദ്യം എന്താ? ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ്സ് അറ്റൈൻഡ് ബൈ എ ആൻഡ് ബി ആഫ്റ്റർ കൊളീഷൻ. കൊളീഷന് ശേഷം ഉണ്ടാവുന്ന എ തിരിച്ച് ഇടിച്ചതിന് ശേഷം ഇയാൾ ഇവിടെ വന്നു, ഇടി കൊണ്ടു, തിരിച്ച് ഇയാൾക്ക് പോകാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റും ബിക്ക് പോകാൻ പറ്റുന്ന ഹൈറ്റിൻ്റെ റേഷ്യോ ആണ് ചോദ്യം. സോ ഈ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ട ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത്, ഇത് ഐഡന്റിക്കൽ ബോൾസ് അല്ലേ മക്കളെ? ഐഡന്റിക്കൽ ബോൾസ് എന്ന് പറയുന്ന സമയത്ത് ഐഡന്റിക്കൽ മാസ് ഉള്ള ആളുകളായിരിക്കും. സോ ഞാൻ ചോദിക്കട്ടെ, ഒരു ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് വിചാരിക്കും. ഇതിൻ്റെ സ്പീഡ് UA എന്ന് വിചാരിക്കൂ, ഇതിൻ്റെ സ്പീഡ് UB എന്ന് വിചാരിക്കൂ. ഇഫ് ഇതിൻ്റെ രണ്ടിൻ്റെയും മാസ് ഈക്വൽ ആണെങ്കിൽ, മാസ് ഓഫ് എയും മാസ് ഓഫ് ബിയും രണ്ടും ഈക്വൽ ആണെങ്കിൽ, മാസ് ഓഫ് എയും മാസ് ഓഫ് ബിയും ഈക്വൽ ആണെങ്കിൽ മക്കളെ നമ്മൾ പഠിക്കുന്ന റിസൾട്ട് എന്താണ്? ആഫ്റ്റർ കൊളീഷൻ ദർ വെലോസിറ്റീസ് വിൽ ഇന്റർചേഞ്ച്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ? ആ ഇലാസ്റ്റിക് കൊളീഷനിൽ നമ്മൾ പഠിക്കുന്ന പോയിന്റ് എന്താ? വെലോസിറ്റീസ് വിൽ ഇന്റർചേഞ്ച്. ഫസ്റ്റ് പോയിന്റ് എന്താ? വെലോസിറ്റീസ് വിൽ ഇന്റർചേഞ്ച്. അതായത് M മാസുള്ള UA സ്പീഡിൽ വരുന്നവൻ്റെ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ എന്തായിട്ട് മാറും? UB ആയിട്ട് മാറും. അതുപോലെ തന്നെ M മാസുള്ള UB സ്പീഡിൽ വരുന്നവൻ്റെ സ്പീഡ് എന്തായിട്ട് മാറും? വെലോസിറ്റി UA ആയിട്ട് മാറും. വെലോസിറ്റീസ് വിൽ ഇന്റർചേഞ്ച്. ഇലാസ്റ്റിക് കൊളീഷനിൽ ഐഡന്റിക്കൽ ബോഡീസ് തമ്മിൽ കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റീസ് എന്താവും? ഇന്റർചേഞ്ച് ആവുന്നുള്ള പോയിന്റ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇത് വന്ന് ഇവിടെ വന്ന് ഇടിക്കും, ഇത് ഇവിടെ വന്ന് ഇങ്ങോട്ട് പോകുന്നു, ഇത് ഇങ്ങോട്ടേ വന്ന് ഇവിടെ കൊളീഷൻ സംഭവിക്കുമ്പോൾ ഇവൻ്റെ വെലോസിറ്റി എക്ക് കിട്ടുകയും എൻ്റെ വെലോസിറ്റി ബിക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? എൻ്റെയും ബിൻ്റെയും വെലോസിറ്റിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 4h ഹൈറ്റിൽ നിന്ന് ഇയാൾ താഴെത്തുമ്പോൾ ഇവൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? നമുക്കറിയാം ഇതെന്താണ്? റിലീസ്ഡ് ഫ്രം ദ പൊസിഷൻ അല്ലേ? സോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ ഫൈനൽ വെലോസിറ്റി V² is equal to 2gh ആയിരിക്കും. ഓർ V is equal to √2gh എന്നുള്ള റിസൾട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, UA അതായത് അതിൻ്റെ താഴെ എത്തുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ UA എന്ന് കൊടുക്കുകയാണെങ്കിൽ UA is equal to √2g into 4h എന്ന് വരില്ലേ? √2g into 4h, ദാറ്റ് വിൽ ഗീവ് √8gh എന്ന് വരും. UA is equal to √8gh. അതായത് ഇയാൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇവൻ്റെ സ്പീഡ് √8gh ആണ്. എന്നാൽ ബി താഴെത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്പീഡ് എന്തായിരിക്കും? √2g. ഇവൻ്റെ ഹൈറ്റ് h തന്നെയല്ലേ? സോ √2gh തന്നെ വരും. അതായത് ഇയാൾ ബി എന്നുള്ള ആൾ താഴെത്തുമ്പോൾ ഉണ്ടാകുന്ന സ്പീഡ് UBയുടെ സ്പീഡ് √2gh ആണ്. ആഫ്റ്റർ കൊളീഷന് ശേഷം എന്താ മക്കളെ സംഭവിക്കുക? കൊളീഷന് ശേഷം അവരുടെ വെലോസിറ്റീസ് ഇന്റർചേഞ്ച് ആവില്ലേ? അപ്പോൾ വെലോസിറ്റീസ് ഇന്റർചേഞ്ച് ആവുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണേ, ബിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? എന്റെ വെലോസിറ്റി ആയിട്ട് മാറും. എന്റെ വെലോസിറ്റി ബിയുടെ വെലോസിറ്റി ആയിട്ട് മാറും. സോ ഇവന്റെ വെലോസിറ്റി അപ്പോൾ എന്തായിരിക്കും? ഇനി നിങ്ങൾ നോക്കുക, ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എക്ക് കിട്ടിയിരിക്കുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ബിയുടെ വെലോസിറ്റിയാണ്. അതേപോലെ ബിക്ക് കിട്ടിയിരിക്കുന്ന വെലോസിറ്റി ഇപ്പോൾ എയുടെ വെലോസിറ്റിയാണ്. സോ ഈ രണ്ട് വെലോസിറ്റീസ് ആയി ഇവർ തിരിച്ചു വരികയാണ്. ഇവർ തിരിച്ചു വരുന്ന സമയത്ത് മക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഇവന് പോകാൻ വേണ്ടി പറ്റുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇവനുണ്ടാവുന്ന സ്പീഡ് ഉപയോഗിച്ച് ഇവന് പോകാൻ വേണ്ടി പറ്റുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് H അല്ലേ? ഇവൻ H ഹൈറ്റ് എന്നല്ലേ വരുന്നത്? സോ ഈ H ഹൈറ്റിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? നമ്മുടെ A എന്നുള്ള ബോളിന് H ഹൈറ്റിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ B എന്നുള്ള ബോളിന് ഇത് A എന്നുള്ള ബോളാണ്, ഇത് B എന്നുള്ള ബോളാണ്. B എന്നുള്ള ബോളിന് ഇപ്പോൾ ആരുടെ സ്പീഡായിട്ടിരിക്കുന്നത്? എൻ്റെ സ്പീഡല്ല ഇട്ടിരിക്കുന്നത്. സോ എൻ്റെ സ്പീഡ് ഉപയോഗിച്ച് ഇയാൾക്ക് H ഹൈറ്റാണോ പോകാൻ വേണ്ടി പറ്റുക? അല്ല. കാരണം A എന്നുള്ള ബോൾ 4h ഹൈറ്റ് എന്നാണ് വരുന്നത്. സോ ഇയാൾ ഇവിടെ നിന്ന് ഈ ഹൈറ്റിൻ്റെ ദൂരം എത്രയാ? ഈ ഹൈറ്റ് H ആണ്. ഇവൻ ഈ H ഹൈറ്റ് വരെ അല്ലേ പോവുക, അതിന് ശേഷവും കടന്നു പോകൂലേ? സോ അവൻ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട് അവിടെ. അതായത് ഈ ബോൾ ഇതാ നോക്കണേ, ഇവിടെ ആ ബോൾ ഉണ്ടെന്ന് വിചാരിക്കും. ഈ ബോൾ ഇങ്ങനെ കടന്നു വരികയാണ്. ഈ ബോൾ √8gh എന്നുള്ള സ്പീഡിൽ ഇങ്ങനെ വന്ന് ഇവിടെ അല്ല നിൽക്കുക. ഇയാൾ ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ എന്തായി?
ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല, എച്ച് എന്നുള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇല്ല. ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇല്ലെങ്കിൽ പിന്നെ ഇത് മൂവ് ചെയ്യുക അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും. സോ ഒരു സ്പീഡിൽ ഇയാൾ വന്ന് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതെന്ത് പാത്തായിട്ട് മാറി, ഇത് പരാബോളിക് പാത്തായി മാറി. അവിടെ പ്രൊജക്റ്റൈൽ മോഷനും കയറി വന്നു. പരാബോളിക് പാത്തായി മാറി അവിടെ പ്രൊജക്റ്റൈൽ മോഷനും കയറി വന്നു. സോ ഇയാൾ ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഒരു ഹൈറ്റ് വരെ ജമ്പ് ചെയ്ത് പോകൂലേ, ഇങ്ങനെ വന്നൊരു ഹൈറ്റ് വരെ ജമ്പ് ചെയ്ത് പോകും. സോ ആ ഹൈറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എച്ച് മാക്സ്. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പൊസിഷൻ എങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതിന് നമുക്ക് എച്ച് മാക്സ് എന്ന് വരും. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ കൊളീഷന് ശേഷം എ പോകുന്ന ഹൈറ്റും അതേപോലെ ബി പോകുന്ന ഹൈറ്റിൻ്റെയും റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ മൊത്തം ഹൈറ്റ് എത്രയാണ്, ബി പോകുന്ന മൊത്തം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് മാക്സ് പ്ലസ് എച്ച് ആയിരിക്കും. ബി പോകുന്ന മൊത്തം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് മാക്സ് പ്ലസ് എച്ച് ആയിരിക്കും. സോ ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ ഒന്നും കൂടി നിങ്ങളുടെ തലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. മകളെ, 4H ഹൈറ്റിൽ നിന്ന് ഞാനൊരു ബോളിനെ ഡ്രോപ്പ് ചെയ്യുന്നു. 4H ഹൈറ്റിൽ നിന്ന് ഒരു ബോളിനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആ ബോൾ താഴെ എത്തുമ്പോൾ അതിൻ്റെ സ്പീഡ് √8gh ആണ്. എച്ച് ഹൈറ്റിൽ നിന്ന് ഒരു ബോളിനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് താഴെ എത്തുന്ന സ്പീഡ് √2gh ആണ്. എന്നാൽ ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ഐഡന്റിക്കൽ ബോഡീസ് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റീസ് വിൽ ഇന്റർചേഞ്ച്. അപ്പോൾ എക്ക് ബിയുടെ സ്പീഡും കിട്ടും, ബിക്ക് എയുടെ സ്പീഡും കിട്ടും. എന്നാൽ എ എന്ത് ചെയ്യും, എ എച്ച് ഹൈറ്റ് വരെ പോവുകയുള്ളൂ. കാരണം എച്ച് ഹൈറ്റ് എന്നാണ് ഇയാൾ വരുന്നത്, ഇയാൾക്ക് പോകാൻ വേണ്ടി പറ്റുക എച്ച് വരെയാണ്. എന്നാൽ എ ബിക്കോ ബി എച്ച് ഹൈറ്റ്, ബിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 4H ഹൈറ്റ് എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റിയാണ്. അപ്പോൾ ഇയാൾ ഈ ഒരു എച്ച് ഹൈറ്റ് കടന്നു പോകുന്ന സമയത്ത് പിന്നെ അവിടെ ഇൻക്ലിനേഷനുള്ള പ്ലെയിൻ ഇല്ലാത്തത് കാരണം അത് പ്രൊജക്റ്റൈൽ മോഷനിലേക്ക് മാറും. ആ പ്രൊജക്റ്റൈൽ മോഷനിൽ അതിനൊരു മാക്സിമം ഹൈറ്റ് വരും. സോ ടോട്ടൽ ഇയാൾ കവർ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് ഇതാ ഇത്രയും വരും. എച്ച് മാക്സ് കണ്ടുപിടിക്കണം, അതിനോട് എച്ച് ആഡ് ചെയ്യണം. അതുപോലെ ഈ ഹൈറ്റിൻ്റെയും ഈ ടോട്ടൽ ഹൈറ്റിൻ്റെയും റേഷ്യോ ആണ് ചോദ്യം. ഇനി നമ്മൾ എങ്ങനെ അതിലേക്ക് മൂവ് ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇയാളിതാ ഈ ബോൾ ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ ബോൾ ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ സ്പീഡിനെ നമുക്ക് എന്ത് വിളിക്കാം, ബി ഡാഷ് എന്ന് വിളിക്കാം. വെലോസിറ്റി അറ്റ് ബി ഡാഷ്. വെലോസിറ്റി അറ്റ് ബി ഡാഷ് എങ്ങനെ കിട്ടും? ബൈ യൂസിങ് എനർജി കൺസർവേഷൻ. എടാ മക്കളെ, ബി എന്നുള്ള ബോളിന് ഇപ്പോൾ എന്ത് എനർജിയാണ് ഉള്ളത്? കൈനറ്റിക് എനർജി. ½ ഇസ് ഈക്വൽ ടു, അത് ഇവിടെ നിന്ന് എച്ച് ഹൈറ്റ് പോകുന്ന സമയത്ത് അതിന് എന്തുണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി mgh ഉണ്ടാവും. പ്ലസ് ഇവിടെ എന്തുണ്ടാവും, ഈ ഒരു ഹൈറ്റ് ഇവിടെ എത്തുമ്പോൾ അതിന് എന്തുണ്ടാവും, ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. അതിന് നമുക്ക് ½ mvb² എഴുതാം. vb ½ mvb² എഴുതല്ലേ, ½ mvb², അല്ലെങ്കിൽ vb എഴുതിയാൽ മതി അല്ലേ, vb ½ mvb². സോ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് മനസ്സിലായി ½ m × UA എന്ന് പറഞ്ഞെങ്കിൽ എന്താ, √8gh ആണ്. അതിൻ്റെ സ്കോർ എടുത്താൽ 8gh എന്ന് വരും. ഇസ് ഈക്വൽ ടു mgh പ്ലസ് ½ mvb² എന്ന് വരും. ½ mgh എന്ന് പറയുമ്പോൾ നമുക്ക് 4mgh. 4mgh നിന്ന് ഒരു mgh കുറച്ചാൽ നമുക്ക് 3mgh വരും. 3mgh ഇസ് ഈക്വൽ ടു ½ mvb² എന്ന് വരും. ഈ m ക്യാൻസൽ ചെയ്യുക, 2 ഇങ്ങോട്ട് പോകുമ്പോൾ vb² ഇസ് ഈക്വൽ ടു 6gh എന്ന് വരും. അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഉണ്ടാവുന്ന ഈ ബോളിൻ്റെ സ്പീഡ് ഇപ്പോൾ √6gh ആയിരിക്കും. അതായത് ഇവിടെ പ്രൊജക്റ്റൈൽ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ആ പ്രൊജക്റ്റൈൽ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ബോളിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് √6gh ആയിരിക്കും, √6gh. സോ ഇതിവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ക്വസ്റ്റിൽ പറയുന്നുണ്ട് ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ, 60 ഡിഗ്രിയാണ്. സോ ഇവിടുത്തെ ഹൊറിസോണ്ടൽ ഒബ്ലിക് പ്രൊജക്റ്റൈൽ മോഷൻ ഉണ്ടാവുന്ന ആംഗിൾ 60 എന്ന് പറയുന്നുണ്ട്. സോ എച്ച് മാക്സിൻ്റെ ഇക്വേഷൻ എന്താ, എച്ച് മാക്സ് ഇസ് ഈക്വൽ ടു u² sin² θ ഡിവൈഡ് ബൈ 2g അല്ലേ. സോ മാക്സിമം ആയിട്ട് പ്രൊജക്റ്റൈൽ മോഷനിലെ മാക്സിമം ആയിട്ട് u² sin² θ ഡിവൈഡ് ബൈ 2g. ഈ ഒരു പോയിന്റ് ഉണ്ടാവുന്ന അതിൻ്റെ വെലോസിറ്റി vb ആണ്. അതിൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്താ കിട്ടുക, 6gh എന്ന് കിട്ടും. ആൻഡ് sin² θ, sin 30യുടെ വാല്യൂ മക്കളെ എത്രയാ, sin 30 അല്ല sin 60യുടെ വാല്യൂ √3/2. അതിൻ്റെ സ്ക്വയർ എടുത്താൽ 3 ഡിവൈഡ് ബൈ 4 ഡിവൈഡ് ബൈ 2g എന്നുണ്ടാവും. ഈ 2g 6g കട്ട് ചെയ്യുമ്പോൾ 3 വരും. സോ 3 × 3 9h ഡിവൈഡ് ബൈ 4 ആയിരിക്കും. സോ മക്കളെ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 9h ഡിവൈഡ് ബൈ 4 ആണ്. ഏത്, ഈ പ്രൊജക്റ്റൈൽ മോഷനിൽ ഫ്രം ദിസ് റെഫറൻസ് ലൈൻ ഇതിന് പോകാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് ആണ് 9h/4. ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ എത്ര ഉണ്ടാവുന്ന ഹൈറ്റ് എന്ന് ചോദിച്ചാൽ എന്ത് വരും, 9h/4 പ്ലസ് h. സോ ബിക്ക് പോകാൻ വേണ്ടി പറ്റുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് വരയ്ക്കുന്നു. ഇത് 4h, ഇത് h. സോ എ എന്നുള്ള ബോൾ കറങ്ങി തിരിച്ച് ഇതാ ഈ ഒരു ഹൈറ്റിലേക്ക് എത്തുന്നുള്ളൂ. ഇതാണ് h. ഇതാണ് എ എന്നുള്ള ബോളിന് വരാൻ വേണ്ടി പറ്റിയിരിക്കുന്ന ഹൈറ്റ്. എന്നാൽ ബി എന്നുള്ള ബോൾ എത്തിയിരിക്കുന്നത് ഇവിടെയാണ്. സോ ബി എന്നുള്ള ബോളിന് ഈ റെഫറൻസ് ലൈനിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാ, 9h ഡിവൈഡ് ബൈ 4. 9h ഡിവൈഡ് ബൈ 4 ആണ് ഈ റെഫറൻസ് ലൈനിൽ കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ് h ആയതുകൊണ്ട് ഫ്രം ദ റെഫറൻസ് ലൈൻ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരിക, ബിക്ക് പോകാൻ വേണ്ടി പറ്റിയിരിക്കുന്ന ഹൈറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 9h ഡിവൈഡ് ബൈ 4നോട് എച്ചും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 13h ഡിവൈഡ് ബൈ 4 വരും. എക്ക് പോകാൻ വേണ്ടി പറ്റിയിരിക്കുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ HA എന്ന് പറഞ്ഞാൽ h തന്നെയാണ്. സോ ഈ ഹൈറ്റിൻ്റെ റേഷ്യോ, എയുടെ ഹൈറ്റിൻ്റെ റേഷ്യോവും ബിയുടെ ഹൈറ്റിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ h ഡിവൈഡ് ബൈ 13h ഡിവൈഡ് ബൈ 4 വരും. 4 ഇറങ്ങി മുകളിൽ പോയാൽ 4/13, h ക്യാൻസൽ ചെയ്താൽ ആൻസർ വിൽ ബി 4:13. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നോക്കൂ നിങ്ങൾ.
യെസ്, ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഈ മക്കളെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ലോജിക്കാണ്. ഒരു ഇംഗ്ലണ്ട് പ്ലെയിനിൽ ഒരു h ഹൈറ്റിൽ നിന്ന് ഒരു ബോളിനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി √2gh ആണ്. ആ ഇക്വേഷനിൽ ഹൈറ്റിനനുസരിച്ച് വെലോസിറ്റീസ് മാറും. ആ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇലാസ്റ്റിക്കുലേഷൻ നടക്കുന്ന സമയത്ത് ഐഡന്റിക്കൽ മാസ് ആണെങ്കിൽ വെലോസിറ്റീസ് ഇന്റർചേഞ്ച് ചെയ്യും. അതിനുശേഷം അവിടെ പ്രൊജക്റ്റൈൽ മോഷൻ വരും. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അടുത്ത പോയിന്റ് എനർജി കൺസർവേഷൻ. എല്ലാ കോൺസെപ്റ്റുകളും ഇവിടെ ഉപയോഗിച്ച് എനർജി കൺസർവേഷൻ ഉപയോഗിക്കുന്നുണ്ട്, കൊളീഷൻ്റെ ഐഡിയ ഉപയോഗിക്കുന്നുണ്ട്, നമ്മളെ ഗ്രൗണ്ടിലേക്ക് എത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം റേഞ്ചിൻ്റെ ഹൈറ്റിൻ്റെ ഇക്വേഷൻ, പ്രൊജക്റ്റൈൽ മോഷനിലെ ഹൈറ്റിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും ഐഡിയാസ് നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ചോദ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളൊക്കെ നിങ്ങളെ കണ്ണുമുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്യുകയാണ്. അതൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണെങ്കിൽ മക്കളെ ഓക്കെ ആണെന്ന് നിങ്ങൾ പറയണം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ.